മക്കളെ, ഈ വർഷത്തെ നീറ്റ് യു ജിയുടെ കൗൺസിലിംഗ് പ്രൊസീജിയറിൻ്റെ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ. അതായത് ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഓർമ്മിപ്പിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നീറ്റ് 2026 ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ MBBS പോലുള്ള കോഴ്സുകൾ, അതേപോലെ BDS, BSc നഴ്സിംഗ്, ഈ പറഞ്ഞ കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക. അതിൽ ഞാൻ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പറയും. ഒന്ന്, ഇതിൻ്റെ ഷെഡ്യൂൾ, എപ്പോഴൊക്കെയാണ് ഇത് നടക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ഏതൊക്കെ കോഴ്സുകളാണ് ഇതിലുണ്ടാവുക എന്ന്. മൂന്നാമത്തേത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. അതായത് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ ഷെഡ്യൂൾ തുടങ്ങി ബാക്കി ഡീറ്റെയിൽ, ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയും. അപ്പോൾ ആദ്യം ഞാനിതിൽ ഷെഡ്യൂളിലേക്ക് വരുന്നു. ഓൾ ഇന്ത്യ കോട്ടയിലേക്കും സ്റ്റേറ്റ് കോട്ടയിലേക്കുമുള്ള അലോട്ട്മെൻറ്റ് ഏതൊക്കെ സമയത്താണ് ഏകദേശം നടക്കുക എന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ. അപ്പോൾ ആദ്യം നോക്കുക, ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ്, റൗണ്ട് 1 നടക്കുക ഓൾ ഇന്ത്യ കോട്ടയിൽ. അത് ഡീംഡ് ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ കോട്ട ആയിക്കോട്ടെ. ഓക്കെ, ഓഗസ്റ്റ് 4 തുടങ്ങി ഓഗസ്റ്റ് 17 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുക 23 സ്റ്റേറ്റ് കൗൺസിലിംഗ് ഓഗസ്റ്റ് 13 തുടങ്ങും, 22 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സ്റ്റേറ്റ് റാങ്കും വന്നിട്ടില്ല. സ്റ്റേറ്റ് റാങ്ക് അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയുള്ള മാർക്കിൻ്റെ വെരിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ 13 മുമ്പ് അതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഈ ഡേറ്റ് പിന്നീട് അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ ഇത് വന്നിട്ടില്ല. ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റാണിത്, ഫസ്റ്റ് റൗണ്ടിൻ്റേത്. എന്നാൽ സെക്കൻഡ് റൗണ്ട് നടക്കുക. സെക്കൻഡ് റൗണ്ട് നോക്കുക, ഓഗസ്റ്റ് 24 തുടങ്ങി സെപ്റ്റംബർ 2 വരെയാണ് ഓൾ ഇന്ത്യയിൽ. എന്നാൽ 31 ഓഗസ്റ്റ് തുടങ്ങി സെപ്റ്റംബർ 8 വരെയാണ് കേരളയിലുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റേറ്റിലുണ്ടാവുക. റൗണ്ട് 3 സെപ്റ്റംബർ 10 തുടങ്ങി സെപ്റ്റംബർ 18 വരെയാണെങ്കിൽ, സെപ്റ്റംബർ 16 തുടങ്ങി 26 വരെയാണ് കേരളത്തിൽ നടക്കുക. സ്ട്രേ വേക്കൻസി സെപ്റ്റംബർ 28 തുടങ്ങി ഒക്ടോബർ 3 വരെയാണെങ്കിൽ, ഒക്ടോബർ 3 തുടങ്ങി 5 വരെയാണ് സ്റ്റേറ്റിൽ നടക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെൻറ്റ് 1 നടന്നാൽ പിന്നെ സ്റ്റേറ്റ് 1 നടക്കും. സ്റ്റേറ്റ് 1 കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ 2, സ്റ്റേറ്റ് 2, ഓൾ ഇന്ത്യ 3, സ്റ്റേറ്റ് 3, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സീറ്റ് ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ സീറ്റ് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം അതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വർഷവും നടക്കുക. ഇതാണ് അതിൻ്റെ ഷെഡ്യൂൾ. ഇനി നമ്മളതിൽ കീമിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മേജർ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യയുടെ ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ബാക്കി പറയുക. ഇതിൽ നോക്കുക, ഓൾ ഇന്ത്യയുടെ ഷെഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷനും പേയ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 5 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് ഓഗസ്റ്റ് 12 വരെ ഉണ്ടാവും. ഇത് രജിസ്ട്രേഷൻ്റേതാണ്, പേയ്മെൻറ്റിനുമൊക്കെയുള്ള. എന്നാൽ പേയ്മെൻറ്റ് ഫെസിലിറ്റി എപ്പോൾ വരെ ഉണ്ടാവും? 6 PM, വൈകിട്ട് 6 മണി വരെ ഉണ്ടാവും ഓഫ് 12 ഓഗസ്റ്റ്. ഓഗസ്റ്റ് 12 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ചെയ്യാം, പേയ്മെൻറ്റും ചെയ്യാം. ആദ്യത്തെ രജിസ്ട്രേഷൻ. ചോയ്സ് ഫില്ലിങ് ഓഗസ്റ്റ് 6 തുടങ്ങി ഓഗസ്റ്റ് 13 വരെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ 5 തുടങ്ങിയാലും നിങ്ങളൊരു 7 അല്ലെങ്കിൽ 8 അടുത്ത് ചെയ്യുകയാണെങ്കിൽ രണ്ടുമൊന്നും ചെയ്യാം. രജിസ്ട്രേഷൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങും ചെയ്യാം. ഈ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ കേസിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ആശങ്ക, എത്ര കോളേജ് വെക്കണം, ഏതൊക്കെ കോളേജ് വെക്കണം. ഇതിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തരുടെയും പ്രയോറിറ്റി പലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രയോറിറ്റി കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി അതൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. ബാക്കി നിങ്ങൾക്ക് അതിൽ മേലേക്കും താഴേക്കും ഒക്കെ വെക്കാം, അതിൽ പ്രശ്നമില്ല. അപ്പോൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഓഗസ്റ്റ് 17 റിസൾട്ട് വരും. റിപ്പോർട്ടിങ് 18 തുടങ്ങി 22 വരെയുള്ള ദിവസങ്ങളിലാണ് ഫസ്റ്റ് റൗണ്ടിൻ്റേത്. അപ്പോൾ ഇതിൽ ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ പറയാം. ഇതാണ് ആദ്യ റൗണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഓഗസ്റ്റ് 7, 8 തീയതികളിലായി ചെയ്യുകയാണ് നല്ലത്. എൻഡ് വരെ കൊണ്ടുപോകണ്ട, 12 വരെ കൊണ്ടുപോകണ്ട. എന്നാൽ 5 ചെയ്യണോ നിർബന്ധമില്ല. ആദ്യ സമയങ്ങളിൽ ഇപ്പോൾ ഇതിൽ ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അറിയണം. എന്നാൽ 7, 8 തീയതികൾ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി റൗണ്ട് 2 നിങ്ങൾക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ റൗണ്ട് 2 1 ചെയ്യാത്ത കുട്ടിക്ക് ചെയ്യാം. 1 ചെയ്ത കുട്ടിക്ക് നേരെ ഇതിലേക്ക് വരാം. സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ ആ റൗണ്ടിൽ വരാം. അത് 25 തുടങ്ങി 29 വരെയാണ്.
ചോയ്സ് ഫില്ലിങ് 25 തുടങ്ങി 30 വരെയാണ് ചോയ്സ് ഫില്ലിങ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞാലും ചോയ്സ് ഫില്ലിങ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. നിങ്ങൾ സേവ് ചെയ്താൽ മതി. ലോക്ക് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. ഇനി റൗണ്ട് 3 സെപ്റ്റംബർ 11 തുടങ്ങി സെപ്റ്റംബർ 15 വരെ ഉണ്ടാവും. ചോയ്സ് ഫില്ലിങ് സെപ്റ്റംബർ 11 തുടങ്ങി സെപ്റ്റംബർ 16 വരെ ഉണ്ടാവും. റിസൾട്ട് സെപ്റ്റംബർ 18 വരും. ഇനി സ്ട്രേ വേക്കൻസി നടന്നാൽ അത് സെപ്റ്റംബർ 28 തുടങ്ങി സെപ്റ്റംബർ 30 വരെയും, ചോയ്സ് ഫില്ലിങ് 28 തുടങ്ങി 30 സെയിം ഡേറ്റിൽ തന്നെയാണ്. റിസൾട്ട് 3-ാം തീയതി വരും. ഈ ഓൺലൈൻ സ്ട്രേ വേക്കൻസിയിൽ ഒരിക്കലേ രജിസ്ട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നീട് അടുത്ത റൗണ്ട് ഓട്ടോമാറ്റിക്കലി നടന്നു പോവുകയാണ്, ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. ബാക്കി എല്ലാ റൗണ്ടുകളിലും റൗണ്ട് 1 പുതിയതായി രജിസ്റ്റർ ചെയ്യാം, റൗണ്ട് 2 ചെയ്യാം, റൗണ്ട് 3 ചെയ്യാം, സ്ട്രേയിലും ചെയ്യാം. ഈ 4 പ്രാവശ്യവും ഇതുവരെ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ പുതിയതായി അതിലേക്ക് ഇൻക്ലൂഡ് ആവുകയും ചെയ്യാം. ഇതാണ് ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിൽ ഞാൻ ഫസ്റ്റ് റൗണ്ടിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം അതാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞു. ഇനി ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ കംപ്ലീഷന് ശേഷം സെക്കൻഡ് റൗണ്ടിൻ്റെ ഇൻസ്ട്രക്ഷനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതും എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നിലവിൽ ഫസ്റ്റ് റൗണ്ടിനെ കുറിച്ച് ശ്രദ്ധിക്കാം. ഇനി ആ കോഴ്സുകളുടെ ഡീറ്റെയിൽ. ഇനി ഇതിൽ MCCയുടെ റോൾ, അലോട്ട്മെൻറ്റ് റോൾ എന്താ, അല്ലെങ്കിൽ MCC കൗൺസിലിംഗ് കമ്മിറ്റിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഓൾമോസ്റ്റ് 15% ഓൾ ഇന്ത്യ കോട്ട. എല്ലാ സ്റ്റേറ്റിൻ്റെയും, ഒരു സ്റ്റേറ്റിൻ്റെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലെയും MBBS സീറ്റുകളുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ വഴിയാണ്, കേരളം ഉൾപ്പെടെ. അതേപോലെ എയിംസ്, അതേപോലെ ജിപ്മർ, ESI സീറ്റുകൾ, AFMC, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് വേണ്ട ഇവിടെയൊക്കെ MBBSൻ്റെ അലോട്ട്മെൻറ്റ് നടത്തേണ്ടത്, BDSൻ്റെ അലോട്ട്മെൻറ്റ് നടത്തേണ്ടത്, BSc നഴ്സിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തേണ്ടതൊക്കെ MCC ആണ്. ഇതിൽ സ്റ്റേറ്റിലെ നഴ്സിംഗ് ഇതിൽ വരുന്നില്ല. BSc നഴ്സിംഗ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് MCC നടത്തുക. സ്റ്റേറ്റിൻ്റേത് LBS വഴിയാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല, നീറ്റുമായിട്ട് ബന്ധമില്ല. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ദ സ്റ്റെപ്പ് വൈസ് പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആൻഡ് ഫീ പേയ്മെൻ്റ് ആണ്. രജിസ്ട്രേഷനും ഫീ പേയ്മെൻറ്റും ചെയ്യണം. രജിസ്ട്രേഷന് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഉണ്ടാവണം. ഈ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫീ എത്രയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഈ വീഡിയോയുടെ എൻഡിലേക്ക് വരുമ്പോൾ ഞാൻ ആ ഫീസിൻ്റെ ഡീറ്റെയിൽ കാണിക്കാം. ആ ഫീ പേയ്മെൻറ്റും രജിസ്ട്രേഷനും ചെയ്യേണ്ടതാണ് ആദ്യം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോയ്സ് ഫില്ലിങ് ചെയ്യാം. ചോയ്സ് ഫില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഓപ്ഷൻസ് കൊടുക്കുന്നതിനാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല, എത്ര ചോയ്സ് വേണമെങ്കിലും കൊടുക്കാം, നോ ലിമിറ്റ്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ചോയ്സിൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ. എത്ര ചോയ്സ് വേണമെങ്കിലും കൊടുക്കാം, കൊടുക്കുന്ന ചോയ്സ് മാത്രമേ പരിഗണിക്കൂ. അതിനുശേഷം പിന്നീട് സീറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ സീറ്റ് അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇഫ് ദ സീറ്റ് ഈസ് നോട്ട് അലോട്ടഡ്, നോ സീറ്റ് ഈസ് അലോട്ടഡ്, അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പങ്കെടുക്കാം, അതിൽ കുഴപ്പമില്ല. ഇനി സീറ്റ് അലോട്ടായാൽ ഒരു കുട്ടിക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തേത് ഫ്രീസ് ചെയ്യാം, രണ്ടാമത്തേത് ഫ്ലോട്ട് ചെയ്യാം. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 20 ഓപ്ഷൻ കൊടുത്തു, അതിൽ ചിലപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ ഓപ്ഷൻ മതി എന്ന് വിചാരിച്ചാൽ ഫ്രീസ് ചെയ്യാം. അപ്പോൾ അടുത്ത റൗണ്ടുകളിൽ നിങ്ങളില്ല, എന്നാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ആ സീറ്റ് അവിടെ കൺഫേം ആണ്, അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കില്ല. അത് നിങ്ങൾക്ക് റൗണ്ട് 1 ഫ്രീസ് ചെയ്യാം, റൗണ്ട് 2 ഫ്രീസ് ചെയ്യാം, റൗണ്ട് 3 കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് ഫ്രീസ്ഡ് ആണ്. ഓക്കെ. ഇനിയുള്ളത് ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആണ്. ഫ്ലോട്ട് കാൻഡിഡേറ്റിൻ്റെ പ്രശ്നം വില്ലിംഗ് ടു അപ്ഗ്രേഡ്. നേരത്തെ പറഞ്ഞതുപോലെ 20 സീറ്റിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ചു, 5ാമത്തേത് കിട്ടി, നിങ്ങളിത് എടുത്തുകൊണ്ട് നിങ്ങൾ ഫ്ലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മേലെയുള്ള 4 ഓപ്ഷൻസ് ഇല്ല, സ്റ്റേറ്റിലെ പോലെ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തേത് കിട്ടി, അപ്പോൾ നിങ്ങൾ ഫ്ലോട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ 4 അല്ലാതെ നിങ്ങൾ ഫ്രഷ് രജിസ്ട്രേഷൻ വീണ്ടും, അല്ലെങ്കിൽ ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് വേറെയും ചെയ്യണം. അപ്പോൾ ഈ 5ാമത്തെ സീറ്റ് കിട്ടി, അല്ലെങ്കിൽ 5ാമത്തെ കോളേജ് കിട്ടി, പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ നല്ലൊരു കോളേജ് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചാൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് വേണേൽ വേറെ 10 ഓപ്ഷൻസ് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഉൾപ്പെടെ 10 എണ്ണം വയ്ക്കാം, എത്ര എണ്ണം വേണമെങ്കിലും വയ്ക്കാം. അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷനാണ്. നിങ്ങൾക്കത് മതിയെങ്കിൽ ഫ്രീസ് ചെയ്യാം, നിങ്ങൾക്ക് ബെറ്റർ കോളേജ് വേണമെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. ഈ 2 ഓപ്ഷൻ അവിടെയുണ്ട്. ഇനി അതിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ സബ്മിഷൻ ഓർ അപ്ലോഡിംഗ് ഓഫ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ 1 ടൈം അപ്ലോഡ് നടക്കും. നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻറ്റുകൾ ഏതാണെന്നൊക്കെ ഇതിൻ്റെ എൻഡിൽ പറയാം. അപ്പോൾ ഈ നിങ്ങൾ കോളേജിൽ പോകേണ്ടതില്ല. പക്ഷേ ആര് പോകണം? ഫ്രീസ് ചെയ്ത കുട്ടി പോവേണ്ടി വരും. ഫ്ലോട്ട് ചെയ്ത കുട്ടി ഓൺലൈനായിട്ട് ചെയ്താൽ മതി. ഫ്രീസ് ചെയ്ത കുട്ടി ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുകയും വേണം, ഫിസിക്കലി കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, അതിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത കുട്ടി പ്രൊസീഡ് ടു ഫിസിക്കൽ ജോയിനിങ്
ആൻഡ് റിപ്പോർട്ടിംഗ് ഫോർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. അലോട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെരിഫിക്കേഷന് പോകണം. അപ്പോൾ ഫിസിക്കൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം, അത് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യപ്പെടും, ഫീ അടയ്ക്കണം. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ എററോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എറർ മാറ്റി കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞാലേ അഡ്മിഷൻ കംപ്ലീറ്റ് ആവും. എന്നാൽ ഫ്ലോട്ട് ചെയ്ത കേസിൽ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് പ്രൊസീഡ് ടു ഫിസിക്കൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. കോളേജിൽ പോകേണ്ടതില്ല. ഹവർ ദർ ഡോക്യുമെൻറ്റ് വിൽ ബി വെരിഫൈഡ് ഓൺലൈൻ ബൈ ദ കോളേജ് അതോറിറ്റി. നിങ്ങൾ കോളേജ് അതോറിറ്റി, അതായത് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൻ്റെ അപ്പോൾ അവർ ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വെരിഫിക്കേഷൻ ഓൺലൈനായിട്ട് നടക്കും. സാധാരണ GED ഒക്കെ നടക്കുന്ന പോലെ ഓൺലൈനായിട്ട് നടക്കും. ഇനി ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ കറക്ഷനോ അല്ലെങ്കിൽ ബ്ലറോ അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് കാണിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ക്വയറി ഉണ്ടാവും. നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്താൽ മതി, ഡോക്യുമെൻറ്റ് മാറ്റി കൊടുത്താൽ മതി. ഇനി ആഫ്റ്റർ റൗണ്ട് ത്രീക്ക് ശേഷം നിങ്ങൾ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആണ്. റൗണ്ട് 3ക്ക് ശേഷം റൗണ്ട് 1 സീറ്റ് കിട്ടിയ കുട്ടിയും റൗണ്ട് 2 കിട്ടിയ കുട്ടിയും റൗണ്ട് 3 കിട്ടിയ കുട്ടിയും ഒക്കെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റൗണ്ട് 3ക്ക് ശേഷം ഫിസിക്കലി റിപ്പോർട്ട് ചെയ്താൽ മതി. അവിടെ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ ഓൺലൈനായി ചെയ്യാം. ഇനി ആ കൗൺസിലിങ്ങിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവർ കാണിച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ട് വളരെ എളുപ്പത്തിൽ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ് ഡൺ ബൈ ദ കാൻഡിഡേറ്റ്. രജിസ്ട്രേഷൻ ചെയ്യണം, ചോയ്സ് ഫില്ലിംഗ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അലോട്ട്മെൻറ്റ് നടന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് നടന്ന അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫ്രീസ് ചെയ്യുകയോ ഫ്ലോട്ട് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. ഇനി ആ ഫ്രീസ് ചെയ്ത കുട്ടിക്ക് എന്ത് ചെയ്യാം? ഫ്രീസ് ചെയ്ത കുട്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കുട്ടിക്ക് സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അതേപോലെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുകയും വേണം. ജോയിനിങ് മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്യണം. ഓൾ ഇന്ത്യയിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണം, സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി സ്റ്റേറ്റിൽ ആ കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാം? ഫിസിക്കലി ഏത് കോളേജിലാണോ ജോയിൻ ചെയ്തത് ആ കോളേജിൽ പോയി ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാം, റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഓൾ ഇന്ത്യയിൽ ഒരു കോളേജ് കിട്ടിയിരുന്നു, അതിൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്തു, അപ്പോൾ സ്റ്റേറ്റ് കിട്ടി, ഇവിടുന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വരാം, അതിലൊന്നും പ്രശ്നങ്ങളില്ല. ഓക്കെ. ഇനി നേരെ തിരിച്ച് ഇവിടെ ഫ്ലോട്ട് ചെയ്തൊരു കുട്ടിക്കും ഇത് തന്നെയാണ്. സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇവിടെ ഓൺലൈൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തി, സ്റ്റേറ്റിലൊരു സീറ്റ് കിട്ടി, അപ്പോൾ വേണേൽ ഇതിൽ സ്റ്റേറ്റിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടി. ഇപ്പോൾ സ്റ്റേറ്റിലും ഓൾ ഇന്ത്യയിലും 2 കിട്ടി, ഇവിടെയും അങ്ങനെ 2 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് വേണമെന്ന്, അതിൽ പ്രശ്നമില്ല. ഓക്കെ. സ്റ്റേറ്റോ ഓൾ ഇന്ത്യ എന്ത് വേണമെങ്കിലും എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൗണ്ട് 1 നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് പുറത്തു വരാം. റൗണ്ട് 1 ഈ 2 കൂട്ടർക്കും ഫ്രീസ് ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും ഫ്രീ എക്സിറ്റ് ഉണ്ട്. റൗണ്ട് 2 2 കൂട്ടരുടെയും പൈസ പോവും. നമ്മൾ അടച്ചിരിക്കുന്ന പൈസ അത്രയും പോവും. നിങ്ങൾക്ക് ഇതേ പ്രൊസീജിയർ റൗണ്ട് 2 ഒരു സീറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്താൽ ഓക്കെ, ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ഫീ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പ്രശ്നം? റൗണ്ട് 3ലേക്ക് ഇനി വരണമെങ്കിൽ പുതിയതായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് പുതുതായി ചെയ്യേണ്ടി വരും. അപ്പോൾ 2 പ്രാവശ്യം പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് ആലോചിച്ചിട്ടേ ഓപ്ഷൻ വയ്ക്കാവൂ. ഇനി റൗണ്ട് 3 നോക്കിയാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, ചോയ്സ് ഫില്ലിംഗ് ചെയ്യാം. സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പുതിയതായി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളും നേരത്തെ കിട്ടിയ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന കുട്ടികളും ഫ്ലോട്ട് ചെയ്ത് വരും, ഫ്രീസ് ചെയ്ത് വരും, ഒക്കെ എന്ത് ചെയ്യണം? കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. റൗണ്ട് 3 കഴിഞ്ഞാൽ പിന്നെ സീറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് വിൽ ഹൗ ടു ജോയിൻ ദ അലോട്ടഡ് സീറ്റ്. 3rd റൗണ്ടിന് ശേഷം നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വിൽ ബി ഫോർഫീറ്റഡ്. ജോയിൻ ചെയ്തില്ലേ പൈസ നഷ്ടപ്പെടും. നോ റെസിഗ്നേഷൻ. റൗണ്ട് 3 കഴിഞ്ഞാൽ സീറ്റ് അലോട്ട് ആയാൽ റെസിഗ്നേഷൻ പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ മറ്റ് റൗണ്ടുകളിൽ പങ്കെടുപ്പിക്കുകയില്ല. ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സീറ്റ് കിട്ടിയ കുട്ടികളെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. റൗണ്ട് 1 സീറ്റ് അലോക്കേഷൻ നടന്നു. അപ്പോൾ കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടി. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഫ്ലോട്ട് കൊടുക്കാം. ഫ്ലോട്ട് കൊടുത്താൽ ഫ്രീസ് ചെയ്ത കുട്ടിക്ക് അവിടെ കൊണ്ട് കഴിഞ്ഞു. ഫ്ലോട്ട് കൊടുത്ത കുട്ടിക്ക് റൗണ്ട് 2ലേക്ക് വരാം. എന്നിട്ട് റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവിടെയും നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി. വീണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. ഫ്രീസ് ചെയ്താൽ കഴിഞ്ഞു, ഫ്ലോട്ട് ചെയ്താൽ അടുത്ത റൗണ്ടിലേക്ക് വരാം. അവിടുന്ന് നിങ്ങൾക്ക് നോ അപ്ഗ്രഡേഷൻ. ഇവിടെ ഫ്രീസേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ഫ്ലോട്ടില്ല, ഫ്രീസ് മാത്രമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. 3ാമത്തെ റൗണ്ടിന് ശേഷം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അതോടുകൂടി കഴിയും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ സീറ്റുകളിലേക്കാണ് അലോട്ട്മെൻ്റ് എന്ന് ചോദിച്ചാൽ 15% സീറ്റ് ഓഫ് ഓൾ ഇന്ത്യ കോട്ട, MBBS BDS ഓഫ് ഓൾ സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിൻ്റെയും. ഇനി MBBS ആൻഡ് BDS ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഓപ്പൺ. അതേപോലെ എയിംസിൻ്റെ ഓപ്പൺ സീറ്റുകളുടെ 100%. ഓക്കെ, എല്ലാ MBBS സീറ്റുകളും. അതേപോലെ ജിപ്മർ പുതുച്ചേരിയുടെയും കാരക്കലിൻ്റെയും ഓപ്പൺ സീറ്റുകൾ.
AMUവിൻ്റെ ഓപ്പൺ സീറ്റുകൾ, 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി, IP യൂണിവേഴ്സിറ്റി എറ്റ്സെട്ര. ദെൻ ജാമിയ മിലിയയുടെ സീറ്റുകൾ BDSൻ്റെ സീറ്റുകളാണ്. അതേപോലെ ESIയുടെ 15% സീറ്റ്. ഇത്രയും ഫില്ല് ചെയ്യുന്നത് NCC ആണ്. ഇനി അടുത്ത റിസർവേഷൻ നോക്കുക. റിസർവേഷൻ്റെ കേസിൽ SC കാറ്റഗറിക്ക് 15% സീറ്റ് റിസർവേഷൻ ഉണ്ട്, STക്ക് 7.5, OBC കാൻഡിഡേറ്റിന് 27%, EWSന് 10%, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് അതത് കാറ്റഗറിയിൽ 5%. ഇത്രയും സീറ്റ് റിസർവേഷനും അപ്ലിക്കബിൾ ആണ്. ഇനി രജിസ്ട്രേഷൻ ഫീ നോക്കുക. ഈ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അടയ്ക്കേണ്ട ഫീ. ഇപ്പോൾ നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ഓപ്ഷനിൽ വെക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു നോൺ റീഫണ്ടബിൾ ആയിരിക്കുന്ന 5000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. റീഫണ്ടബിൾ ആയിരിക്കുന്ന 2 ലക്ഷം, 2 ലക്ഷം രൂപയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2,50,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇതിൽ 5000 രജിസ്ട്രേഷൻ ഫീ ആണ്, അത് തിരിച്ച് കിട്ടൂല. 2 ലക്ഷം നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ തിരിച്ചു കിട്ടും. നേരെ തിരിച്ച് നിങ്ങൾ കൊടുക്കുന്നത് ഒരു 15% ഓൾ ഇന്ത്യ കോട്ട അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ESI കോട്ടയൊക്കെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളൊരു 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഈ 1000 രൂപ അൺറിസർവ്ഡ് EWS കാറ്റഗറികൾ. നേരെ തിരിച്ച് SC ST OBC കാൻഡിഡേറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റിക്കൊക്കെ 500 രൂപ അടച്ചാൽ മതിയാവും. ഇവർ 1000 രൂപ അടയ്ക്കുമ്പോൾ, അതായത് ജനറൽ കാറ്റഗറി, അൺറിസർവ്ഡ് ആൻഡ് EWS 1000 രൂപ അടയ്ക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും 500 രൂപ അടച്ചാൽ മതി. റീഫണ്ടബിൾ എമൗണ്ട് ഒരു 10,000 രൂപയുണ്ട്. എന്നാൽ നേരെ തിരിച്ച് SC ST OBC ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ 5000 രൂപ അടച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയോ EWS പെട്ട കുട്ടിയോ ഓൾ ഇന്ത്യ കോട്ട മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസും റീഫണ്ടബിൾ എമൗണ്ടും 1000 രൂപ നോൺ റീഫണ്ടബിളുമായിട്ട്, നോർമലി നോൺ റീഫണ്ടബിൾ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീ ആണ്. ഓക്കെ, അപ്പോൾ റീഫണ്ടബിൾ ആയിരിക്കുന്ന 10,000 രൂപയും അതേപോലെ രജിസ്ട്രേഷൻ ഫീ 1000 രൂപയും ചേർത്ത് 11,000 രൂപ അടയ്ക്കേണ്ടി വരും. എന്നാൽ നേരെ തിരിച്ച് അത് SC കാറ്റഗറി അല്ലെങ്കിൽ ST കാറ്റഗറി അല്ലെങ്കിൽ OBC കാറ്റഗറി, ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് 5000 രൂപ റീഫണ്ടബിളും 500 രൂപ രജിസ്ട്രേഷൻ ഫീസും 5500 രൂപ അടച്ചാൽ മതി. ഇതാണ് അടയ്ക്കേണ്ട ഫീ. ജനറൽ കാറ്റഗറി 11,000 രൂപ അടയ്ക്കുമ്പോൾ ബാക്കിയുള്ളവർ 5500. ഈ 5500 500 രജിസ്ട്രേഷനാണ് നഷ്ടപ്പെടും. ഇതിൽ 11,000-ൽ 1000 രജിസ്ട്രേഷനാണ്, അത് നഷ്ടപ്പെടും. നിങ്ങൾ റൗണ്ട് 1 സീറ്റ് കിട്ടി ഫ്രീ അല്ലെങ്കിൽ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ഫ്രീ എക്സിറ്റ് ആണ്, അടുത്ത റൗണ്ടിൽ വരാം. റൗണ്ട് 2 സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ അടുത്ത റൗണ്ടിൽ ഇതേ എമൗണ്ട് വീണ്ടും അടയ്ക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്, നിങ്ങൾ അടച്ച ഫീസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. ഇനി ഇവരിൽ ആരെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറി ആണെങ്കിലും 2,50,000 മാറും. ഇനി വൺസ് നിങ്ങൾ 2,50,000 അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയും ഡീംഡും അടയ്ക്കുന്നുണ്ടെങ്കിൽ 2,50,000 പ്ലസ് 10,000 ഒന്നുമില്ല, 2,50,000. ഈ വലിയ കൂടിയ എമൗണ്ട് അടച്ചാൽ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ വരുന്ന എല്ലാം നിങ്ങൾക്ക് ബാധകമായിരിക്കും. അപ്പോൾ ഒറ്റ എമൗണ്ട് അടച്ചാൽ മതി, അത് അടച്ചാൽ തന്നെ ബാക്കി എല്ലാം വരും. ഇനി അതല്ല നിങ്ങൾ ഡീംഡിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി റൗണ്ട് 1 സീറ്റ് അലോട്ട്മെൻറ്റ് നടന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അതായത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, അലോട്ട്മെൻറ്റ് ലെറ്റർ ഇഷ്യൂഡ് ബൈ MCC. നിങ്ങൾക്ക് സീറ്റ് അലോട്ടായാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടും. ആ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വരും, അത് വേണം. അഡ്മിറ്റ് കാർഡ് ഓഫ് എക്സാം ഇഷ്യൂഡ് ബൈ NTA, അതായത് നീറ്റ് UG 2026 റീടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. റിസൾട്ട് ഓർ റാങ്ക് ലെറ്റർ, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ NTA സൈറ്റിൽ കിട്ടിയ റാങ്ക് ലെറ്റർ ഉണ്ടാവണം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്, അത് 10th സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം. 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ഷീറ്റ് അത് വേറെ ആണെങ്കിൽ വേറെ, ചിലർക്ക് ഇത് രണ്ടും ഒന്നായിരിക്കും, അതായാലും മതി. 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത് ഡിപ്പെൻഡ് ആണ് കേട്ടോ. ഇത് ചില കോളേജുകൾ അതിൽ കൂടുതൽ ആവശ്യപ്പെടും, അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ കോളേജ് ആവശ്യപ്പെടുന്ന ആ നമ്പർ. ദെൻ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഉപയോഗിച്ച ആ ID തന്നെ ഉപയോഗിക്കാം. പ്രോബബ്ലി എന്തായിരിക്കും, അത് ആധാറായിരിക്കും. ഇനി അതല്ല പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇനി റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ്. SC ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതേപോലെ NCL കാറ്റഗറി ആണെങ്കിൽ താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ പർപ്പസിലുള്ള NCL ആയിരിക്കണം. EWS ആണെങ്കിലും അങ്ങനെ തന്നെ താലൂക്കിൽ നിന്നുള്ളതാണ്. ഈ ഓൾ ഇന്ത്യയുടെ പർപ്പസിലെല്ലാം തന്നെ താലൂക്കിൽ ഇതായിരിക്കണം. ഇനി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം മെഡിക്കൽ അസസ്മെൻറ്റ് ബോർഡ്, അത് ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ കാര്യത്തിൽ മാത്രം. അത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ചെന്നൈ മെഡിക്കൽ കോളേജിലോ പോയി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്, അതും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഇടാം. പിന്നെ രണ്ടാമത്
കൂടുതലായിട്ട് ചോദിക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയും ചെയ്യാം. ഇപ്പം നിലവിൽ അവരുടെ നോട്ടിഫിക്കേഷനിൽ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞതൊക്കെ അല്ലെങ്കിൽ ബ്രോഷറിൽ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.